മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഉത്തരവ് ശരിവെച്ച ആ ഉത്തരവിലാണ് ഈ പരാമർശമുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായ വിധി എന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ പ്രതികരണം. ഇപ്പോൾ വിധി വന്നപ്പോൾ കോടതി കുറച്ച് വിപുലമായിട്ട് വഖഫിനെ കുറിച്ചും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള നിലയിൽ കമ്മീഷന്റെ നിയമനത്തിന് ശരിവെച്ചു. അതിൽ കമ്മീഷന് സന്തോഷമുണ്ട്. കാര്യം ചില പ്രവൃത്തി ചെയ്തതിന് പ്രയോജനം ഉണ്ടാവില്ല, റിപ്പോർട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ വിധി, ഈ ഡിവിഷൻ ബെഞ്ച് വിധി മുഴുവൻ ശരിവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കമ്മീഷൻ റിപ്പോർട്ടിന് പോലും പ്രസക്തി നഷ്ടപ്പെടും. കാര്യം വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ മുനമ്പ ജനങ്ങൾ സംരക്ഷിക്കപ്പെടും, യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് അനുകൂലമാണ് വിധി, എല്ലാ രീതിയിലും അവർക്ക് അനുകൂലമാണ് വിധി. പിന്നെ ഏതെങ്കിലും രീതിയിൽ ഭാഗികമായിട്ട് ജഡ്ജ്മെന്റ് മാറ്റിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. വിധി സ്വാഗതാർഹമെന്നും റവന്യൂ രേഖകൾ നൽകാനാണ് ഇനി സർക്കാർ ശ്രമിക്കേണ്ടതെന്നും മുനമ്പം സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. ഞങ്ങൾ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. 2008 വഖഫ് സംരക്ഷണ വേദിക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കേസുമേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇത് 2019 വഖഫ് ബോർഡ് ഇത് എഴുതിയെടുക്കേണ്ടതിലേക്ക് വന്നത്. തുടർന്ന് ഞങ്ങൾ നടത്തിയ നീണ്ട യാത്രയിൽ 2024 ഒക്ടോബർ 13 ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങി. അതിൻ്റെ 47ാമത്തെ ദിവസമാണ് ജുഡീഷ്യൽ കമ്മീഷനെ അനുവദിച്ചുകൊണ്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ സാമാന്യബോധമുള്ള അല്ലെങ്കിൽ നീതിബോധമുള്ള മതേതരത്വം ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നു. ആ ഒരു പോരാട്ടത്തിൽ ഞങ്ങൾ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. വിധി എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു വിധി, ഞങ്ങൾ ജനങ്ങൾക്ക് സന്തോഷകരമായ ഒരു വിധിയാണ് ഞങ്ങൾക്ക് വന്നു കിട്ടുകയാണ്. അതിൽ വളരെയേറെ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം കോടതി ശരിവെച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാത്തിരുന്ന വിധിയാണ്. ഞങ്ങൾ ഈ കാലം എത്രയും 36 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ കൊടുംചതി ഞങ്ങളോട് ചെയ്തത്. ആ ചതിക്ക് ദൈവം കൊടുത്ത ആ 2 ജഡ്ജിമാർ ദൈവമായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ, ഈ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ കുടുംബങ്ങളെ സംരക്ഷിച്ച ആ മഹാരഥന്മാർ എന്നും ഞങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണിത്. ഇന്ന് ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ കോടതി പറഞ്ഞു. അതിലൊന്ന് ജുഡീഷ്യൽ കമ്മീഷന് തുടരാം, മറ്റൊന്ന് ഏറ്റവും പ്രധാനം മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, സ്വന്തം ഭൂമിയിൽ നിന്ന് ഞങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം, അതിനെല്ലാം ഉത്തരമായിരിക്കുന്നു. ഇത് അങ്ങനെ ഒരു ഭൂമിയല്ല എന്ന് കോടതി പറയുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചത്? അനുജ, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അത് നിരീക്ഷണം വന്നത് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ നേരത്തെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അത് ചോദ്യം ചെയ്ത് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഡിവിഷൻ ബെഞ്ച് പക്ഷേ സർക്കാരിന്റെ ഉത്തരവിനെ അംഗീകരിക്കുകയും അത് ശരിവെക്കുകയും ചെയ്തു. ആ ഉത്തരവിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 1950 ആധാരപ്രകാരം മുനമ്പത്തെ ഭൂമി വഖഫിന് വിട്ടു നൽകിയിട്ടുള്ളതല്ല, മറിച്ച് ഈ ഭൂമിയിൽ ഇഷ്ടദാനം, അതായത് ഇത് വിൽക്കാനും അതോടൊപ്പം തന്നെ ക്രയവിക്രയം ചെയ്യാനുമുള്ള കാര്യം ആ ആധാരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് എന്ന് എഴുതിയത് കൊണ്ട് മാത്രം അത് വഖഫ് ഭൂമിയാകില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. പക്ഷേ ഇതിലൊരു പ്രധാനമായ സാങ്കേതിക പ്രശ്നങ്ങൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്, നിലവിൽ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ വന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. സ്വാഭാവികമായും അതിലാണ് കോടതി നിലപാടെടുക്കുകയും ഉത്തരവ് പറയുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ കോടതി പരിഗണിച്ചത് അത് ഒരുപക്ഷെ സുപ്രീം കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഇനിയും ഒരുപാട് ചർച്ചകളിലേക്കൊക്കെ പോകേണ്ടിയിരിക്കുന്നു. മുനമ്പൻ നിവാസികൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം 1 വർഷമായി അവിടെ സമരം തുടങ്ങിയിട്ട്. നേരത്തെ വഖഫ് ഭേദഗതി ബില്ലൊക്കെ ലോക്സഭയിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ അവർ വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. പക്ഷേ അത് അവതരിപ്പിച്ച് ഇത്രയും നാളായ ശേഷം അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമായിരുന്നില്ല. അതിനിടയിലാണ് അവർക്ക് ഒരു കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ ഒരു പിടിവള്ളി പ്രതീക്ഷ എന്ന രീതിയിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ പരാമർശം വന്നിരിക്കുന്നത്. ഇത് ഈ
ട്രൈബ്യൂണൽ ഇപ്പോൾ ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ മുനമ്പ നിവാസികളും അതോടൊപ്പം ഈ ഇതിന്റെ വഖഫും ഒക്കെ ആയിട്ട് പ്രതിവാദങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ട്രൈബ്യൂണലിൽ ഈ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ മുനമ്പ നിവാസികൾ ഉയർത്തിക്കാണിക്കും. അത് ഏത് തരത്തിൽ ട്രൈബ്യൂണലിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒപ്പം ഈ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികത്തിൽ ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. അനുജ, ഇതിലിപ്പോൾ ഈ നിരാഹാര സമരം കാലങ്ങളായി തുടരുന്ന ഒരു നിരാഹാര സമരം, അത് പ്രധാനമായും അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളതിന് വേണ്ടിയാണല്ലോ. അതിനുവേണ്ടി സർക്കാർ നടപടി കൈക്കൊള്ളണം എന്നതാണ് അവരുടെ എക്കാലത്തെയും ആവശ്യം. ആ സമരം അവർ അവിടെ തുടരുക തന്നെയാണല്ലോ. അവരിപ്പോൾ അതിനെക്കുറിച്ച് ഒരിക്കൽ കൂടി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ടല്ലോ വിഷ്ണു. അനുജ, സമരം ഏകദേശം 1 വർഷം പിന്നിട്ടിട്ടുണ്ട്. അപ്പോഴും അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ ഈ റവന്യൂ രേഖകൾ പുനഃസ്ഥാപിക്കണമെന്നാണ്. കരമടക്കാനുള്ള അടക്കമുള്ള ഈ ടാക്സ് അടക്കാനുള്ള നടപടികളിലേക്ക് തങ്ങളെ അനുവദിക്കണം. കാരണം വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മേഖലയാണ് മുനമ്പം. അവിടുത്തെ ആളുകൾ, ഈ സമരം ചെയ്യുന്ന ആളുകളടക്കം, അവർക്ക് ഒരു ലോൺ പോലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യത്തിനോ ഒക്കെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഈ രേഖകൾ, ഭൂമിയുടെ രേഖകൾ ഇപ്പോൾ കരമടക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ഭൂമിയുടെ രേഖകൾ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമല്ല. അങ്ങനെ വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അതിന് സർക്കാർ ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം. നേരത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം സർക്കാർ അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനിടയിലാണ് ജുഡീഷ്യൽ കമ്മീഷന് സ്റ്റേ ഒക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഒരു പക്ഷേ അത്തരം തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോയാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ പോലും അതിൻ്റെ ഒരു സാങ്കേതികത്വ നടപടികൾ എത്രത്തോളം ആയിരിക്കും എന്ന്, അല്ലെങ്കിൽ ആ സാങ്കേതിക നടപടികൾ നൂലാമാലകളൊക്കെ കുറേ ഉണ്ട്. അതെല്ലാം മറികടക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരും സർക്കാരിന്. ആ കാലതാമസം എന്തായാലും എടുക്കും. പക്ഷെ അതുവരെ ഈ റവന്യൂ രേഖകൾ അല്ലെങ്കിൽ റവന്യൂ നടപടികൾ അത് പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നത് വരെ അവർ പ്രതിഷേധം തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു പരാമർശമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. കാരണം ട്രൈബ്യൂണലിലാണ് ഈ കേസ് ഏറ്റവും നിർണായകമായി നടക്കുന്നത്. ആ ട്രൈബ്യൂണലിൽ ഈ ഹൈക്കോടതി ഏറ്റവും ട്രൈബ്യൂണലിന് മുകളിലുള്ള കോടതിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ഈ ഹൈക്കോടതി നിരീക്ഷണം അറിയിക്കുമ്പോൾ അത് മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. അനുജ, അതാണ്. അപ്പോൾ ഇനി സർക്കാരിന്റെ അടുത്ത ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അവരുടെ റവന്യൂ അവകാശങ്ങളുടെ കാര്യം അവർ എടുത്തു പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിലെന്താണ് സർക്കാർ അനുഭാവപൂർവമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ സർക്കാരിന്റെ പ്രതികരണം കൂടി നമ്മൾ ഇനി അറിയേണ്ടതുണ്ടല്ലേ? അനുജ, സർക്കാരാണ്, റവന്യൂ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഒരു ഘട്ടം മുതൽ 2019 വരെ അവർ ഇത്തരത്തിൽ സുഗമമായി നികുതി അടച്ചിരുന്ന ആളുകളാണ്. ഒരു സുപ്രഭാതത്തിലാണ് അവരുടെ എല്ലാ രേഖകളും പിടിച്ചുവെക്കുന്ന സാഹചര്യവും അവർക്ക് ബാങ്കുകളിൽ വായ്പയ്ക്ക് ചെല്ലുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചയക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത്. പല വീടുകളിലും വലിയ പ്രതിസന്ധി നേരിടുന്നു. വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം മെഡിക്കൽ ആവശ്യങ്ങൾക്കൊന്നും അവർക്ക് പുറത്തേക്കിറങ്ങാൻ അല്ലെങ്കിൽ പണം ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. അതെല്ലാം മറികടക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഉത്തരവ് കൂടി സർക്കാരിന് മുൻപിൽ ഉണ്ട്. അതുകൊണ്ട് സർക്കാർ വിചാരിച്ചാൽ ഒരു പക്ഷേ ഈ വഖഫ് ഭേദഗതിയൊക്കെ വന്നൊരു പശ്ചാത്തലത്തിൽ സർക്കാർ വിചാരിച്ചാൽ ഒരുപക്ഷെ റവന്യൂ അധികാരങ്ങൾ അത് പുനഃസ്ഥാപിച്ച് കൊടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കേണ്ടത്. അതിന് മറുപടി നൽകേണ്ടത് റവന്യൂ മന്ത്രിയും റവന്യൂ വകുപ്പുമാണ്, സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് അവരുടെ പ്രതികരണം എന്തായിരിക്കും ഈ വിഷയത്തിൽ എന്നുള്ള നിർണായകമാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു പ്രതികരണം. 163 ദിവസമാണ് ഇന്ന്. അതായത് 1 വർഷമാകാൻ പോകുന്നു സമരം തുടങ്ങിയിട്ട്. സമരസമിതിയുടെ മുനമ്പത്ത് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. ഇന്നിപ്പോൾ കോടതി നടത്തിയിട്ടുള്ള പരാമർശം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജുഡീഷ്യൽ കമ്മീഷൻ തുടരാമെന്ന ഉത്തരവ്, അതിനൊപ്പം തന്നെ മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് കൂടി കോടതി പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.